Hey all, welcome back to my channel Ifa Creations. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഒരു പിക്കിളിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് എള്ളെണ്ണയാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുക, നല്ലെണ്ണ. അപ്പോൾ ഇനി അത് എണ്ണ നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലോണം പൊട്ടി വരുമ്പോൾ നമുക്കതിലോട്ട് വറ്റൽമുളകും പച്ചമുളകും അതുപോലെ കരിവേപ്പിൻ്റെ ഇലയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോകുന്നത് വരെ നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ച പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലോട്ട് 7 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കട്ടോ. അത് കൂടുതൽ പുളി വേണമെങ്കിൽ നമുക്ക് ഇനിയും വിനീഗറിൻ്റെ എമൗണ്ട് കൂട്ടാം. ഞാനിപ്പോൾ ഒരു 7 ടേബിൾ സ്പൂൺ വിനീഗറാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ വാട്ടർ യൂസ് ചെയ്യാം. ബെറ്റർ തിളപ്പിച്ച വെള്ളം യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് നല്ലൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല ബോയിലായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒരു ശർക്കരൻ്റെ പീസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് കഴുകി കുരു കളഞ്ഞ് വെച്ച ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഈത്തപ്പഴം നല്ല അലിയുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അച്ചാർ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയതിനു ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ഈസി പിക്കിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.